ലോകം ഇന്ന് മറ്റൊരു മഹായുദ്ധത്തിന്റെ മുനമ്പിലാണോ നിൽക്കുന്നത്? പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് മുന്നേറുകയാണ്. ഒമാൻ കടലിടുക്കിലും ഹോർമൂസ് കടലിടുക്കിലും യുദ്ധക്കപ്പലുകൾ മുഖാമുഖം നിൽക്കുമ്പോൾ ലോകം ഭീതിയോടെ ഉറ്റുനോക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിലേക്കാണോ? ഇറാന്റെ തീരങ്ങളിൽ അമേരിക്ക ഒരുക്കുന്ന പടയൊരുക്കത്തെക്കുറിച്ചും അതിനെ പ്രതിരോധിക്കാൻ ഇറാനൊപ്പം ചേരുന്ന ചൈനയുടെയും റഷ്യയുടെയും നീക്കങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാൽ അറബിക്കടലിലൂടെ കടന്നു പോകുന്ന അമേരിക്കയുടെ ഭീമാകാരമായ വിമാനവാഹിനി കപ്പൽ അഥവാ USS എബ്രഹാം ലിങ്കൺ ആണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണിത്. ഇതിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കടലിന്റെ നടുവിൽ വെച്ച് അതിവേഗത്തിൽ കപ്പലിലേക്ക് ഇന്ധനവും മറ്റ് യുദ്ധ സാമഗ്രികളും എത്തിക്കുന്ന റീസപ്ലൈ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വലിയ സൈനിക നീക്കത്തിന് മുന്നോടിയായാണ് ഇത്തരം സജ്ജീകരണങ്ങൾ അമേരിക്ക നടത്താറുള്ളത്. ഡൊണാൾഡ് ട്രംപ് ഈ കപ്പൽ പടയെ മനോഹരമായ ഒരു നാവികസേന അഥവാ ബ്യൂട്ടിഫുൾ അർമാഡ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇറാന്റെ നേർക്ക് ഈ പട നീങ്ങുമ്പോൾ അത് വെറുമൊരു മുന്നറിയിപ്പ് മാത്രമാണോ അതോ വലിയൊരു ആക്രമണത്തിന്റെ തുടക്കമാണോ എന്ന് ലോകം ഭയപ്പെടുന്നുമുണ്ട്. അമേരിക്കയുടെ പടയൊരുക്കവും വെറും കടലിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇസ്രായേലിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തുറമുഖമായ എയ്ലാറ്റിൽ അമേരിക്കൻ മിസൈൽ ഡിസ്ട്രോയറായ USS ഡൽബർട്ട് ഡി ബ്ലാക്ക് എത്തിക്കഴിഞ്ഞു. ആകാശത്ത് നിന്നുള്ള വിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇതിലുണ്ട്. ഇതോടൊപ്പം ജോർദാനിലും മറ്റ് അയൽ രാജ്യങ്ങളിലും US യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും നിലയുറപ്പിച്ചും കഴിഞ്ഞു. ഹൂതി വിമതരുടെ ആക്രമണം മൂലം പ്രതിസന്ധിയിലായ ഇസ്രായേലിന് ആത്മവിശ്വാസം നൽകുവാനും ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുമാണ് ഈ നീക്കം. അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ ഇറാൻ പകച്ചു നിൽക്കുകയല്ല ചെയ്യുന്നത്. സുൽഫാക്കർ 1400 എന്ന പേരിൽ വലിയൊരു സൈനിക അഭ്യാസമാണ് ഇറാൻ തങ്ങളുടെ തീരങ്ങളിൽ നടത്തുന്നത്. മിസൈലുകൾ പരീക്ഷിച്ചും ഡ്രോണുകൾ വിന്യസിച്ചും അവർ തങ്ങളുടെ കരുത്തു കാട്ടുകയാണ്. എന്നാൽ അമേരിക്കയെ ഞെട്ടിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. ഇറാന് പിന്തുണയുമായി ചൈനയുടെയും റഷ്യയുടെയും യുദ്ധക്കപ്പലുകൾ ഒമാൻ കടലിടുക്കിലേക്ക് എത്തുകയാണ് എന്ന്. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ കപ്പലിനെ വളയാൻ ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്ന് സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നു എന്ന വാർത്ത സംഘർഷത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇത് കേവലം അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ഒരു ആഗോള ശക്തി മത്സരമായി മാറുകയാണ്. എന്തുകൊണ്ടാണ് ചൈന ഇറാനൊപ്പം നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: എണ്ണ. ഇറാന്റെ 80% അധിക എണ്ണയും വാങ്ങുന്നത് ചൈനയാണ്. അമേരിക്കൻ ഉപരോധം മൂലം ഇറാന്റെ എണ്ണ കപ്പലുകൾ തടയപ്പെട്ടാൽ അത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. വെനസ്വലയിൽ സംഭവിച്ചതുപോലെ തങ്ങളുടെ ഊർജ സ്രോതസ്സുകൾ അമേരിക്ക തടയുന്നത് ചൈനയ്ക്ക് അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക തങ്ങളുടെ കപ്പലുകൾ അയച്ചാൽ ഞങ്ങളുടെ കപ്പലുകളെയും അയക്കും എന്ന വ്യക്തമായ സന്ദേശമാണ് ചൈന നൽകുന്നത്. അമേരിക്ക ഇറാനിൽ നിന്ന് പ്രധാനമായും 3 കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. 1. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണം. 2. മിസൈൽ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കണം. 3. മറ്റ് രാജ്യങ്ങളിലെ സായുധ സംഘങ്ങൾക്കുള്ള പിന്തുണ പിൻവലിക്കണം. അതേസമയം ഇറാൻ വലിയൊരു ആഭ്യന്തര പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയുമാണ്. സാമ്പത്തിക തകർച്ചയും ഭരണകൂടത്തിനെതിരായ പ്രതിഷേധങ്ങളും ഇറാനെ തളർത്തുന്നുണ്ട്. ഈ അവസരം മുതലെടുത്ത് ഇറാനെ പൂർണ്ണമായും അടിച്ചമർത്താനാണ് അമേരിക്കയുടെ നീക്കവും. ഇനി മുന്നിലുള്ളത് 3 വഴികളാണ്. 1. അമേരിക്ക ആക്രമണം നടത്തുക. അങ്ങനെ സംഭവിച്ചാൽ റഷ്യയും ചൈനയും ഇറാന് വേണ്ടി രംഗത്തിറങ്ങും. അത് ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധമായി മാറും. രണ്ടാമത്തേത് അമേരിക്ക തങ്ങളുടെ കപ്പലുകളെ തിരിച്ചു വിളിക്കുക എന്നതാണ്. ഇത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കും. മൂന്നാമത്തേത് യുദ്ധം തുടങ്ങാതെ ഈ കപ്പലുകൾ അവിടെ തന്നെ തുടരുക എന്നത്. എന്നാൽ ഇത് വലിയ സാമ്പത്തിക ചെലവുള്ള കാര്യവുമാണ്. ഇറാൻ തങ്ങളുടെ മണ്ണിൽ തന്നെ നിൽക്കുമ്പോൾ അമേരിക്കയ്ക്ക് എത്ര കാലം അവിടെ കാവൽ നിൽക്കാൻ കഴിയും? ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും അമേരിക്കൻ ഏജൻസിയായ CIA തമ്മിൽ നിരന്തരം ചർച്ചകൾ നടക്കുകയാണ്. ഗൾഫ് മേഖലയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ്. ഒരു ചെറിയ പിഴവ് പോലും ലോകത്തെ ചുട്ടു ചാമ്പലാക്കാൻ ശേഷിയുള്ള യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളിൽ നിന്ന് പിന്നോട്ട് പോകുമോ അതോ ചൈനയും റഷ്യയും നേരിട്ട് യുദ്ധത്തിൽ പങ്കുചേരുമോ? ഇതിനെല്ലാം വരും ദിവസങ്ങൾ ഉത്തരം നൽകും. എന്തു തന്നെയായാലും
മിഡിൽ ഈസ്റ്റിലെ ഓരോ ചലനവും ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്.